തിരുവനന്തപുരം തമ്പാനൂരിലെ അന്തർ സംസ്ഥാന ബസ് ബുക്കിംഗ് ഓഫീസുകളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന. ലൈസൻസ് ഇല്ലാത്ത ബുക്കിംഗ് കേന്ദ്രങ്ങൾക്ക് നോട്ടീസ് നൽകി. 7 ദിവസത്തിനകം സൗകര്യങ്ങളൊരുക്കി ലൈസൻസ് നേടണമെന്ന നിർദ്ദേശം 4 ബുക്കിംഗ് കേന്ദ്രങ്ങൾക്കാണ് നോട്ടീസ് നൽകിയത്. സുരേഷ് കല്ലട ട്രാവൽസിന്റെ ബുക്കിംഗ് സെന്ററിലും ലൈസൻസ് ഇല്ലെന്ന് പരിശോധനയിൽ വ്യക്തമായി. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, വലിയ രീതിയിലുള്ള റെയ്ഡും നടപടികളുമാണ് പുരോഗമിക്കുന്നത്. എന്തൊക്കെയാണ് ഇന്നത്തെ പരിശോധനയിൽ വ്യക്തമായത്? ഇന്നലെ ബസ്സുകളിലായിരുന്നു പരിശോധനയെങ്കിൽ ഇന്നിപ്പോൾ ബുക്കിംഗ് സെന്ററുകൾ കേന്ദ്രീകരിച്ചാണ് ഗതാഗത വകുപ്പ് പരിശോധന നടത്തുന്നത്. ആർടിഒയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഗുരുതരമായ വീഴ്ചയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുവരെ നടത്തിയ പരിശോധനയിൽ ഒരു ട്രാവൽസിന് മാത്രമാണ് ലൈസൻസ് ഉള്ളത്. ബാക്കി ട്രാവൽസുകളെല്ലാം പ്രവർത്തിക്കുന്നത് ലൈസൻസ് ഇല്ലാതെയാണ്. ഇത്തരത്തിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന വാഹനങ്ങളിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ബുക്കിംഗ് സെന്ററുകളിൽ കല്ലട ട്രാവൽസും സുരേഷ് കല്ലട ട്രാവൽസും ഉൾപ്പെടുന്നു. കല്ലടയുടെ 2 ബുക്കിംഗ് സെന്ററുകൾക്ക് ലൈസൻസ് നേടിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇവയ്ക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. 4 ബുക്കിംഗ് സെന്ററുകൾക്കാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഒരാഴ്ചക്കകം സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ലൈസൻസ് നേടണമെന്നാണ് നിർദ്ദേശം. നിലവിൽ ഈ സൗകര്യങ്ങൾ, യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യങ്ങൾ അടക്കം ഏർപ്പെടുത്തി വേണം ഈ ലൈസൻസ് അപേക്ഷിക്കാൻ. ലൈസൻസിന് അപേക്ഷിച്ച് അവ 7 ദിവസത്തിനകം നേടിയെടുക്കണം, ഇല്ലെങ്കിൽ നടപടിയെടുക്കും എന്നാണ് ഇപ്പോൾ നോട്ടീസിൽ നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ രാത്രിയോടുകൂടി ഇനി ബസ്സുകളിലെ ഇന്നലത്തെ പരിശോധന അത് വീണ്ടും തുടങ്ങുകയും ചെയ്യും. കൊറിയർ സർവീസായി ഉപയോഗിക്കുന്ന ബസ്സുകൾക്കെതിരെ കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നു. അതേ രീതിയിൽ ഇന്നും ബസ്സുകളിൽ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തും. ഒപ്പം പെർമിറ്റ് വയലേഷൻ നടത്തുന്ന, പെർമിറ്റ് ലംഘനം നടത്തുന്ന ബസ്സുകൾക്കെതിരെയും നടപടിയെടുക്കാൻ ശുപാർശ ചെയ്യും. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഗതാഗത വകുപ്പിന്റെ പരിശോധനയിൽ സ്വകാര്യ ബസ്സുകളുടെ വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തി. ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സ് എന്ന പേരിൽ നടത്തിയ റെയ്ഡിൽ നിയമലംഘനം നടത്തിയ 46 ബസ്സുകൾക്ക് നോട്ടീസ് നൽകി. കല്ലട ബസ്സിൽ യാത്രക്കാരനെ മർദ്ദിച്ച കേസിൽ സേലത്ത് നിന്നുള്ള യാത്രക്കാരുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് സംഘം തമിഴ്നാട്ടിലെത്തി. സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനം കണ്ടെത്താൻ ചെക്ക് പോസ്റ്റുകളും അതിർത്തികളിലുമായിരുന്നു ഗതാഗത വകുപ്പിന്റെ പ്രധാന പരിശോധന. തിരുവനന്തപുരത്താണ് കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്, 22 എണ്ണം. പാലക്കാട് 18ഉം കാസർഗോഡ് 6ഉം വയനാട് 2 ബസ്സുകൾക്കും നിയമലംഘനം നടത്തിയതിന് നോട്ടീസ് നൽകി. വഴിയിൽ നിർത്തി യാത്രക്കാരെ കയറ്റുക, പാഴ്സൽ കയറ്റുക എന്നിവയാണ് പ്രധാന നിയമലംഘനങ്ങൾ. ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സ് വരും ദിവസങ്ങളിലും തുടരും. കല്ലട ബസ്സിൽ യാത്രക്കാരെ മർദ്ദിച്ച കേസിൽ തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തമിഴ്നാടെത്തി. മർദ്ദനമേറ്റ സേലത്തു നിന്നുള്ള 2 യാത്രക്കാരുടെ മൊഴി രേഖപ്പെടുത്താനാണ് തമിഴ്നാടെത്തിയത്. കേസിൽ അറസ്റ്റിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകും. CCTV ദൃശ്യങ്ങളിൽ പരിശോധന തുടരും. നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്ന ബസ്സിനടുത്തേക്ക് ചെല്ലുന്ന 5 പേരും പിടിയിലായെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. വോട്ടിംഗ് ശതമാനം കണക്കുകൂട്ടലുകൾക്കപ്പുറത്തേക്ക് ഉയർന്നതോടെ വർദ്ധിച്ച ആത്മവിശ്വാസവുമായി മുന്നണികൾ. UDF നേതാക്കൾ സമ്പൂർണ്ണ വിജയം അവകാശപ്പെടുമ്പോൾ അത്ഭുതങ്ങൾക്ക് കാത്തിരിക്കാനാണ് LDF നേതാക്കളുടെ നിർദ്ദേശം. ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് BJP. വോട്ടിംഗ് ശതമാനം ഉയർന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് ക്ഷുഭിതനായാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. പഴയ കടക്കുപുറത്തിനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു വോട്ടിന്റെ പിറ്റേന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പോളിംഗ് നിരക്ക് ഉയർന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളുമായി സമീപിച്ച മാധ്യമങ്ങളോട് മാറി നിൽക്കാൻ കൽപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മടക്കം. മുഖ്യമന്ത്രി പ്രതികരിച്ചില്ലെങ്കിലും തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു LDF കൺവീനർ A. വിജയരാഘവൻ. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി ഉയർന്ന പോളിംഗ് ശതമാനം ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷകളെ വർദ്ധിപ്പിക്കുകയാണ്. കേരളത്തിൽ രാഹുൽ തരംഗം എന്നായിരുന്നു AICC പ്രവർത്തക സമിതി അംഗം AK ആന്റണിയുടെ പ്രതികരണം. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ വലിയൊരു ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. കേന്ദ്രത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ ഇടതു സഹായം തേടുന്നതിൽ തെറ്റില്ലെന്നും ആന്റണി പറഞ്ഞു വെച്ചു. കോൺഗ്രസിൻ്റെ പ്രീപോൾ അലയൻസ് പാർട്ട്നേഴ്സും കൂടി ചേർന്നാൽ പാർലമെൻറ്റിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം തെളിയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെയും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഏറ്റുമുട്ടിയ കക്ഷികളാണെങ്കിലും ഈ രാജ്യത്തെ എല്ലാ മതേതര ജനാധിപത്യ കക്ഷികളുമായി അവരെ കൂടി സഹകരിപ്പിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു അയിത്തവുമില്ല. UDF ചരിത്രപരമായ വിജയം നേടുമെന്ന് കൺവീനർ ബെന്നി ബെഹന്നാൻ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് കാലാകാലങ്ങളിൽ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന സ്നേഹിതന്മാർ പോലും ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി അവർ ചിന്തിച്ചിട്ടുണ്ട്. അവരുടെ അനുകൂലമായ നിലപാട് വന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന കാര്യത്തിൽ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. വളരെ ഗുണപരമായ ഒരു മാറ്റം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്നാണ്
തെരഞ്ഞെടുപ്പിനെ തുടർന്നുള്ള പ്രാഥമികമായി കിട്ടിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കുറഞ്ഞത് 12 സീറ്റ് കിട്ടുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്ക്. 16 വരെ ലഭിച്ചേക്കാം എന്ന ആത്മവിശ്വാസത്തിൽ നിന്നാണ് അത്ഭുതങ്ങൾക്ക് കാത്തിരിക്കാൻ അവർ പറയുന്നത്. 15 സീറ്റിൽ ജയം ഉറപ്പാണെന്നും തരംഗമുണ്ടായാൽ കൂടുതൽ കിട്ടുമെന്നും UDF കണക്ക് കൂട്ടുന്നു. വടക്കൻ മണ്ഡലങ്ങളിലെല്ലാം വോട്ട് ചെയ്തത് 10 ലക്ഷത്തിലധികം ആളുകളാണ്. ഇതാണ് രാഹുൽ എഫക്റ്റ് എന്ന വിലയിരുത്തലിന് പിന്നിൽ. ശബരിമല ചർച്ചയായ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും 10 ലക്ഷത്തിലധികം പേർ വോട്ട് ചെയ്തു. ആര് ജയിക്കുമെന്നതല്ല, ഏത് തന്ത്രം ജയിച്ചു എന്നതിന് തീർപ്പ് കൽപ്പിക്കലാകും മെയ് 23 നടക്കുക. വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് വിജയിക്കുമെന്ന NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ LDFും UDFും തനിക്കെതിരെ ഒന്നിച്ചു, വർഗീയവാദിയെന്ന് ചിത്രീകരിച്ച് അപവാദ പ്രചരണം നടത്തിയെന്നും കുമ്മനം തിരുവനന്തപുരത്ത് പറഞ്ഞു. എന്നെ തേജോവധം ചെയ്യുന്നതിലായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. ആ അഴിച്ചുവിട്ട അപവാദ പ്രചരണങ്ങളൊന്നും ഇവിടെ ഏശിയിട്ടില്ല. പോളിംഗ് ശതമാനം കൂടിയത് എന്നെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചത് NDAയുടെ വിജയസാധ്യത കുറച്ചുകൂടി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. സംസ്ഥാനത്തെ വോട്ടിംഗ് ശതമാനം 77.68. പോളിംഗ് ശതമാനം ഏറ്റവും കൂടുതൽ കണ്ണൂരും കുറവ് തിരുവനന്തപുരത്തുമാണ്. പോസ്റ്റൽ വോട്ടുകളുടെയും സർവീസ് വോട്ടുകളുടെയും കണക്കെടുക്കുന്നതോടെ പോളിംഗ് ശതമാനത്തിൽ നേരിയ മാറ്റങ്ങളുണ്ടാകും. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഇത്തവണത്തേത്. 77.68% ആണ് മൊത്തം നമ്മുടെ സംസ്ഥാനത്തിൽ ഉണ്ടായത്. 8 ജില്ലകളിലെ 80% മേലാണ് പോളിംഗ് ഉണ്ടായത്. 2014 തെരഞ്ഞെടുപ്പിനേക്കാൾ 3.66% കൂടുതൽ. കണ്ണൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്, 83.06%. കുറവ് തിരുവനന്തപുരത്ത് 73.45%. കണ്ണൂർ, കാസർഗോഡ്, വടകര, വയനാട്, കോഴിക്കോട്, ആലത്തൂർ, ചാലക്കുടി, ആലപ്പുഴ എന്നീ മണ്ഡലങ്ങളിൽ 80%-ലധികം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ വൻ വർധനവുണ്ടായത് പത്തനംതിട്ടയിലാണ്, 8% വർധന. ആറ്റിങ്ങൽ, ഇടുക്കി മണ്ഡലങ്ങളിൽ 2014 തെരഞ്ഞെടുപ്പിനേക്കാൾ 6% വോട്ടുകൾ അധികം രേഖപ്പെടുത്തി. സംസ്ഥാന ശരാശരിക്ക് വളരെ താഴെ മാത്രം പോളിംഗ് ശതമാനം നിൽക്കാറുള്ള തിരുവനന്തപുരത്ത് ഇത്തവണ 5%-ലധികമാണ് പോളിംഗ് വർധന. ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ ഒരുപോലെ ആശങ്കയും ആത്മവിശ്വാസവും നൽകുന്നുണ്ട് മുന്നണികൾക്ക്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇന്നലെ പിറന്നത് ഒരു പിടി വോട്ടിംഗ് റെക്കോർഡുകൾ. ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പാണ് ഇന്നലെ പൂർത്തിയായത്. 2.03 കോടി ആളുകളാണ് ഇന്നലെ വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ടിംഗ് ശതമാനത്തിലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും മറികടന്നു. 13 മണ്ഡലങ്ങളിൽ 10 ലക്ഷത്തിലധികം ആളുകൾ വോട്ട് ചെയ്തു. വോട്ടിംഗ് ശതമാനത്തിൽ 30 വർഷം മുമ്പുള്ള റെക്കോർഡ് മറികടന്നില്ലെങ്കിലും വോട്ടർമാരുടെ ആവേശം വ്യക്തമാക്കുന്നതാണ് പുറത്തുവരുന്ന കണക്കുകൾ. ഇന്നലെ സംസ്ഥാനത്ത് വോട്ട് രേഖപ്പെടുത്തിയത് 2,03,13,833 പേർ. വോട്ടിംഗ് ശതമാനം 77.68. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 77.35, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 73.98 എന്നീ കണക്കുകളാണ് മറികടന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ശതമാനക്കണക്കിലും എണ്ണക്കണക്കിലും മുന്നിലെത്തിയ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പിന്നെയുമുണ്ട് നിരവധി റെക്കോർഡുകൾ. ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തത് കാസർഗോഡ്, 10,96,470. രണ്ടാം സ്ഥാനം രാഹുലിന്റെ വയനാട്ടിൽ 10,90,403. കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള 10 മണ്ഡലങ്ങളിലും വോട്ട് ചെയ്തവരുടെ എണ്ണം 10 ലക്ഷം കടന്നു. ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം മണ്ഡലങ്ങളിലാണ് തെക്കൻ കേരളത്തിൽ എണ്ണം 10 ലക്ഷം കടന്നത്. 2014 1.79 ലക്ഷം ആളുകളാണ് മലപ്പുറത്ത് കൂടുതൽ വോട്ട് ചെയ്തത്. വയനാട്ടിൽ 1.75 ലക്ഷം ആളുകളും കൂടുതൽ വോട്ട് ചെയ്തു. പത്തനംതിട്ടയിൽ 1.51 ലക്ഷം പേരും തിരുവനന്തപുരത്ത് 1.3 ലക്ഷം പേരും കൂടുതൽ വോട്ട് ചെയ്തു. TG സജിത്, ന്യൂസ് 18 തിരുവനന്തപുരം. വോട്ടെടുപ്പിന് പിന്നാലെ വോട്ട് മറിക്കലിന്റെയും കാലുവാരലിന്റെയും ആരോപണങ്ങളുമായി UDF സ്ഥാനാർത്ഥികൾ. ജയസാധ്യത ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടന്നതായി പാലക്കാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ ആരോപിച്ചു. കള്ളവോട്ട് നടന്നുവെന്ന് K സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും പറഞ്ഞു. ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ പ്രതീക്ഷ അർപ്പിക്കുമ്പോഴും അടിയൊഴുക്കിനെക്കുറിച്ചുള്ള ആശങ്കയിലാണ് സ്ഥാനാർത്ഥികൾ. ഇത് ആദ്യം പങ്കുവച്ചത് പാലക്കാട് സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠനാണ്. ഗൂഢാലോചനയെക്കുറിച്ച് മെയ് 23 ശേഷം വ്യക്തമാക്കും. വലിയൊരു മുന്നേറ്റമായിരുന്നു പാലക്കാട് UDFന്. അതിൽ അതൃപ്തി പൂണ്ട അല്ലെങ്കിൽ അതിൽ വിറളി പൂണ്ട ചില ആളുകൾ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വലിയ ഗൂഢാലോചന നടത്തിയിരുന്നു. അത് പാർട്ടിയിലും മുന്നണിയിലും അല്ലാന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാസർഗോഡും കണ്ണൂരിലും കള്ളവോട്ട് നടന്നുവെന്ന പരാതി രാജ്മോഹൻ ഉണ്ണിത്താനും K സുധാകരനുമുണ്ട്.
UDF മേഖലകളിലെ പോളിംഗ് കുറഞ്ഞതിലും ഉണ്ണിത്താന് ആശങ്കയുണ്ട്. ആ കള്ളവോട്ടിനെ അതിജീവിക്കാൻ ആവശ്യമായ വോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ മുസ്ലിം ലീഗിൻ്റെ കേന്ദ്രങ്ങളൊക്കെ 60-65 അപ്പം പോലും ഇപ്പോൾ 90%. ഈ പറയുന്ന കള്ളവോട്ട് ഈ 10 മണി 10:15 11 മണിക്കും ചെയ്തതൊക്കെ നമ്മുടെ കയ്യിൽ വീഡിയോ ഉണ്ട്. വീഡിയോ വെച്ച് തന്നെ നമ്മൾ ജയിച്ചാലും തോറ്റാലും ഈ ഇലക്ഷൻ റിസൾട്ട് വാട്ട് എവർ ഇറ്റ് മേ ബി വി വിൽ പ്രൊസീഡ് ലീഗലി. RMPയുടെ വോട്ടിൽ 1% പോലും ചോർച്ചയുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇന്നലെ പോലും ഒരു ഫീൽഡുണ്ടായി. സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടക്കത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നെങ്കിലും മികച്ച വിജയം നേടുമെന്നാണ് പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ പ്രതീക്ഷ. ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ താൽപര്യക്കുറവ് ഉണ്ടായിരുന്നില്ലെന്ന് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. സജീവമായ പങ്കാളിത്തം വഹിക്കാത്ത എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവർക്ക് പ്രതികരിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ വോട്ട് ചെയ്തു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത്. വേക്കൻസി ഉണ്ടായിരുന്നു. അതിനുശേഷം പാർട്ടി എന്നെ ഡയറക്റ്റായിട്ട് തന്നെ ഈ സീറ്റിലേക്ക് പരിഗണിക്കുകയായിരുന്നു. അല്ലാതെ ഞാൻ ഇത് വേണ്ടാന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. പ്രചാരണം തൃപ്തികരമല്ലെന്ന് പരാതി ഉന്നയിച്ചിരുന്ന ശശി തരൂർ ആത്മവിശ്വാസത്തിലാണ്. കോൺഗ്രസ് വോട്ട് മറിച്ചിട്ടില്ലെന്നും തരൂർ പറയുന്നു. ആരും കാണാത്തൊരു എഴുത്തും അടിസ്ഥാനമില്ലാത്തൊരു പരാതിയൊക്കെ ആയിരുന്നു. പാർട്ടി നിങ്ങൾ കണ്ടില്ല എത്ര ആവേശത്തോടും ഊർജ്ജയോടെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഈ തവണ ശരിക്കും ഒരു ക്യാമ്പയിൻ ഇതിനെക്കാട്ടും നന്നായി ചെയ്യാൻ ആർക്കും സാധിക്കില്ല. സ്ഥാനാർത്ഥി നിർണയ സമയത്തെ പരാതികൾ വിജയസാധ്യതയെ ബാധിക്കുമെന്ന ആശങ്ക മറ്റു ചില സ്ഥാനാർത്ഥികൾക്കുമുണ്ട്. വരും ദിവസങ്ങളിൽ തുറന്ന പ്രതികരണം നടത്തുമെന്നാണ് ഇവർ നൽകുന്ന സൂചന. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തലശ്ശേരിയിലും കൂത്തുപറമ്പിലും വ്യാപകമായി കള്ളവോട്ട് നടന്നെന്ന ആരോപണവുമായി KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. P. ജയരാജന്റെ ബൂത്തിലും കള്ളവോട്ട് നടന്നു. പരാതി പറയുന്നവർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വടകര മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ വീടും പരിസരത്തുമുള്ള ബൂത്തുകൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ എത്രത്തോളം കള്ളവോട്ടുകൾ നടന്നു എന്ന കാര്യം അവിടെ CCTV ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ നിലവിലുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടുക തന്നെ ചെയ്യും. അതിലൊറ്റ ഉദാഹരണങ്ങളേറെയുണ്ട്. തലശ്ശേരിയിലും പ്രാന്തപ്രദേശത്തും ഈ പറഞ്ഞതുപോലെ നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. കൂത്തുപറമ്പ് നിയോജകരുടെ പല ഭാഗത്തും നടന്നിട്ടില്ല. അതാണ് പരമാർത്ഥം. RMP വോട്ടുകളും ഇടതുമുന്നണിക്ക് ലഭിച്ചെന്ന് വടകരയിലെ LDF സ്ഥാനാർത്ഥി P. ജയരാജൻ. കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാൻ പ്രയാസമുള്ളവർ RMPയിലുണ്ട്. RMP ഇന്നലെ പെയ്ത മഴയിൽ കിളിർത്ത തകരയാണ്. ഇടത് കേന്ദ്രങ്ങളിലെ പോളിംഗ് വർധന അനുകൂലമെന്നും വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നും ജയരാജൻ പറഞ്ഞു. രാഷ്ട്രീയ പ്രസ്ഥാനം അത് സ്വീകരിക്കുന്ന നിലപാടുകളാണല്ലോ പ്രധാനം. അപ്പോൾ ആ നിലപാടുകൾ ഉപേക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അനുയായികളായിട്ടുള്ള ആളുകൾ അതിനെതിരായി പ്രതികരിക്കും. അങ്ങനെ പ്രതികരിച്ചതായിട്ടുള്ള വിവരമുണ്ട്. കള്ളവോട്ട് നടന്നെന്ന UDF ആരോപണം പരാജയം മുന്നിൽ കണ്ടിട്ടാണെന്ന് MV ജയരാജൻ. ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്താനാണ് ശ്രമം. തീവ്രവാദ സംഘടനയിൽ നിന്ന് ലീഗിൽ ചേർന്നവർ അരിമ്പ്രയിൽ ചീമേനി മോഡൽ ആക്രമണത്തിന് ശ്രമിച്ചു. കൊട്ടിക്കലാശത്തിനിടെ ആസൂത്രിത ആക്രമണം അഴിച്ചുവിട്ടുവെന്നും ജയരാജൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ടോ ക്രമക്കേടോ നടന്നിട്ടില്ല എന്നതാണ്. സംസ്ഥാന വ്യാപകമായി BJP UDFന് വോട്ട് മറിച്ചെന്ന വിലയിരുത്തലിൽ CPM. വടക്കൻ കേരളത്തിൽ പലയിടത്തും ഇത് വിജയസാധ്യതയെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് CPM കേന്ദ്രങ്ങൾ. തെരഞ്ഞെടുപ്പിന് വളരെ മുൻപ് തന്നെ കോലിബി സഖ്യമെന്ന ആരോപണവുമായി CPM രംഗത്തെത്തിയിരുന്നു. ഇത്തരമൊരു സാധ്യത മുൻകൂട്ടി കണ്ട് അത് പ്രതിരോധിക്കാനാണ് കോലിബി സഖ്യമെന്ന പഴയ ആരോപണം തെരഞ്ഞെടുപ്പ് കാലത്ത് CPM സജീവമാക്കിയത്. എന്നാൽ ആ പ്രതിരോധ തന്ത്രം വേണ്ടത്ര ഫലം ചെയ്തില്ലെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ പാർട്ടി. സംസ്ഥാനത്ത് പലയിടത്തും BJP കോൺഗ്രസിനെ വോട്ട് മറിച്ചെങ്കിലും ഏറ്റവും പ്രതീക്ഷയുള്ള വടക്കൻ കേരളത്തിലാകും അത് തിരിച്ചടിയാവുകയെന്നും CPM കരുതുന്നു. MK രാഘവനെതിരായ ഒളിക്യാമറ വിവാദത്തോടെ CPM വിജയം ഉറപ്പിച്ചിരുന്ന മണ്ഡലമാണ് കോഴിക്കോട്. എന്നാൽ ഇവിടെയും BJP വോട്ടുകൾ നിർണായകമാണ്. ഞങ്ങൾക്കാർക്ക് ഉത്തരവാദിത്തമുള്ളതല്ല വിവാദം. ആ വിവാദത്തെക്കുറിച്ച് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാത്തൊക്കെ CPMൻ്റെ തലയിൽ ആക്ഷേപം ഉന്നയിച്ച് അടിസ്ഥാനമില്ലാതെ നിങ്ങൾ തന്നെ ചോദ്യം ചെയ്തു വരെ. അപ്പോൾ അതിനെതിരെ ശക്തമായി ഞങ്ങളുടെ നേതൃത്വം മറുപടി പറഞ്ഞു. ഞങ്ങൾ മാനനഷ്ട കേസ് കൊടുത്തു. കാസർഗോഡ് വിജയം ഉറപ്പെന്ന് പറയുമ്പോഴും മഞ്ചേശ്വരത്തൊഴികെ BJP നിർജീവമായിരുന്നത് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഇല്ലാതില്ല. കണ്ണൂരിലും വടകരയിലും CPMനെതിരെ BJP പരസ്യമായി കോൺഗ്രസിന് വേണ്ടി വോട്ട് മറിച്ചെന്ന് CPM ഉറപ്പിക്കുന്നു. ഇവിടെയും വിജയപ്രതീക്ഷ മങ്ങുന്നതിന്റെ പ്രധാന കാരണം ഇതുതന്നെ. BDJS മത്സരിച്ച ആലത്തൂരിൽ BJP വോട്ടുകൾ UDFന് പോയെങ്കിലും ജയത്തെ അത് ബാധിക്കില്ലെന്ന് പാർട്ടി കണക്ക് കൂട്ടുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഒളിക്യാമറ വിവാദത്തിൽ DGPക്കെതിരെ MK രാഘവൻ. DGP CPMന്റെ ചട്ടുകമായി പ്രവർത്തിച്ചു. പോലീസിന്റെ താൽപര്യം എന്തായിരുന്നുവെന്നറിയാം. കേസ് നിയമപരമായി നേരിടുമെന്നും MK രാഘവൻ ന്യൂസ് 18നോട് പറഞ്ഞു. ചൂടിന്റെ തിരക്കുകൾക്കിടയിൽ നിന്നും
വീണ്ടും പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരിക്കുകയാണ് കോഴിക്കോട് MP MK രാഘവൻ. അദ്ദേഹം ഇപ്പോൾ നമുക്കിപ്പോൾ ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു. എത്രത്തോളം വിജയപ്രതീക്ഷയാണുള്ളത്? ശുഭപ്രതീക്ഷയാണ്. 2009 2014 ഉണ്ടായ ഭൂരിപക്ഷത്തെക്കാളും ഏറ്റവും നല്ല ലീഡുള്ള ഒരു വിജയമായിരിക്കും 2019 നാടിപ്പോൾ. ഈ പ്രചരണ രംഗത്തെ ഏറ്റവും അധികം വേട്ടയാടലിന് വിധേയമായി കണ്ട ഒരാളാണ്. എത്രത്തോളം ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യത്തിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ കടന്നുപോയത്? ഒന്നുമില്ല, ജനങ്ങളത് അവറ്റിനോട് തള്ളിക്കളഞ്ഞവരാണ്. അതുകൊണ്ട് ജനങ്ങൾ വളരെ ഊർജ്ജസ്വലരായി ഈ തെരഞ്ഞെടുപ്പിൽ CPM പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് 23-ാം തീയതി രാവിലെ അറിയും. BJPയെ ഒറ്റപ്പെടുത്താനുള്ള ന്യൂനപക്ഷങ്ങളുടെ ശ്രമം അവർക്ക് ഗുണം ചെയ്യില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ PH ശ്രീധരൻപിള്ള. ഇന്ത്യയിൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരും. മോദി ഇതേവരെ എല്ലാവരോടും നീതിപൂർവമായാണ് പെരുമാറിയതെന്നും ശ്രീധരൻപിള്ള കോഴിക്കോട്ട് പറഞ്ഞു. വർഗീയ പരാമർശം നടത്തിയ BJP സംസ്ഥാന പ്രസിഡന്റ് PH ശ്രീധരൻപിള്ളയ്ക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. പിള്ളയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് V ശിവൻകുട്ടി നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി. വർഗീയ പ്രസംഗത്തിൽ പിള്ളയ്ക്കെതിരെ കേസെടുത്തതായി പോലീസ് കോടതിയെ അറിയിച്ചു. കേസ് വേനൽ അവധിക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയ്ക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. തന്നെ വിഡ്ഢിത്തം പറഞ്ഞു നടക്കുന്ന ആളായി ചിത്രീകരിച്ചു. താൻ മാപ്പ് പറഞ്ഞുവെന്ന പ്രസ്താവന കള്ളമാണെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ശ്രീധരൻപിള്ളയുടെ പരാതിയിൽ പ്രതികരിക്കാനില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. വോട്ടെടുപ്പ് കഴിഞ്ഞതിനാൽ പെരുമാറ്റച്ചട്ടത്തിൽ ഇളവ് നൽകുമെന്നും മീണ പറഞ്ഞു. കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വോട്ടിംഗ് മെഷീൻ തകരാർ കുറവായിരുന്നുവെന്ന് ടിക്കാറാം മീണ. തകരാറുകൾ സ്വാഭാവികമാണ്. വ്യാപക തകരാറെന്ന പ്രചാരണം ശരിയല്ല. വോട്ടിംഗ് മെഷീനെതിരായ ആരോപണം ജനാധിപത്യത്തിന് നല്ലതല്ല. പരാതിക്കാർക്കെതിരെ കേസെടുക്കുന്നതിനോട് വ്യക്തിപരമായി യോജിപ്പില്ലെന്നും എന്നാൽ അത് പാർലമെന്റ് പാസാക്കിയ നിയമമായതിനാൽ നടപ്പാക്കിയേ പറ്റൂ എന്നും മീണ പറഞ്ഞു. If you see the national figures, our figures will be on the lower side. It will not go up. We are sure about it. Anyway, that's a debatable issue because it's not a rocket science, you know. These machines go out of order and they will continue to go. 100% ഗ്യാരണ്ടി ഇല്ല. ആരും അങ്ങനെ ക്ലെയിം ഒരു വാദം ആരും ഉന്നയിച്ചിട്ടില്ല. ഇലക്ഷൻ കമ്മീഷനും എപ്പോഴും പറഞ്ഞില്ല. ചീഫ് ജസ്റ്റിസിനെ ലൈംഗിക ആരോപണത്തിൽ കുടുക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന ആരോപണം അന്വേഷിക്കുമെന്ന് സുപ്രീംകോടതി. അന്വേഷണം നടത്താതെ കണ്ണടച്ചാൽ രാജ്യത്തിന് സുപ്രീംകോടതിയിലുള്ള വിശ്വാസം നഷ്ടമാകുമെന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര പറഞ്ഞു. ആരോപണം പരിശോധിക്കാൻ ജഡ്ജിമാർ, CBI, ഡൽഹി പോലീസ്, IB ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ച നടത്തി. അതേസമയം ചീഫ് ജസ്റ്റിസിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച യുവതി വെള്ളിയാഴ്ച ആഭ്യന്തര അന്വേഷണ സമിതിക്ക് മുന്നിൽ ഹാജരാകണം. കേസ് നാളെ രാവിലെ 10:30 വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി M ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, എന്തൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിയിലുണ്ടായത്? ജനത ചീഫ് ജസ്റ്റിസിനെതിരെ ആയ ലൈംഗിക ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് അഡ്വക്കേറ്റ് ഉത്സവ് കുമാർ പെയിൻസ് ആരോപിച്ചിരുന്നത്. ഈ ആരോപണത്തിലാണ് സുപ്രീം കോടതി ഇന്ന് വാദം കേട്ടത്. കോടതി തീരുമാനിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താം എന്നുള്ളതാണ്. ഇന്ന് ഉത്തരവിറങ്ങിയിട്ടില്ല എങ്കിലും നാളെ ഉത്സവ് സിംഗ് ബെയിൻസ് നൽകുന്ന പുതിയ സത്യവാങ്മൂലം പരിഗണിച്ചുകൊണ്ട് കോടതിയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഇന്ന് ഇന്റലിജൻസ് ബ്യൂറോ, ഡൽഹി പോലീസ്, CBI ഉന്നത ഉദ്യോഗസ്ഥരുമായി ജഡ്ജിമാർ ചേംബറിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇവരൊക്കെ അടങ്ങുന്ന ഒരു സംഘത്തിന് രൂപം നൽകാനും കോടതി തന്നെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാനുമാണ് സാധ്യതയുള്ളത്. ഇന്ന് 2 മുദ്രവെച്ച കവറുകളാണ് ആരോപണം ഉന്നയിച്ച അഭിഭാഷകൻ കോടതിക്ക് കൈമാറിയിട്ടുള്ളത്. സുപ്രീം കോടതിയിൽ നിന്നും പുറത്താക്കപ്പെട്ട 3 ഉദ്യോഗസ്ഥർ ഒരു വൻകിട കോർപ്പറേറ്റ് സ്ഥാപനവുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് ഇയാളുടെ ആരോപണം. അതേസമയം ലൈംഗിക ആരോപണം ഉന്നയിച്ച യുവതിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ അന്വേഷണത്തെ ഈ നടപടികളൊന്നും സ്വാധീനിക്കരുതെന്ന് അഡ്വക്കേറ്റ് ഇന്ദിരാ ജയ്സിംഗ് ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതി അക്കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. M ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്. നടൻ മമ്മൂട്ടിയെ വിമർശിച്ച് എറണാകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ അൽഫോൺസ് കണ്ണന്താനം. മണ്ഡലത്തിലെ ഇടത് വലത് സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന മമ്മൂട്ടിയുടെ പ്രസ്താവന അപക്വമാണെന്ന് കണ്ണന്താനം പറഞ്ഞു. കണ്ണന്താനത്തിന് മറുപടിയുമായി ഹൈബി ഈഡൻ രംഗത്ത് വന്നു. വോട്ട് ചെയ്യാനെത്തിയ മമ്മൂട്ടി എറണാകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ P രാജീവിനെയും UDF സ്ഥാനാർത്ഥിയായ ഹൈബി ഈഡനെയും ചേർത്ത് പിടിച്ച ഇരുവരും മികച്ചവരാണെന്ന് പറഞ്ഞിരുന്നു. മമ്മൂട്ടിയുടെ ഈ പ്രസ്താവന അപക്വമെന്നാണ് അൽഫോൺസ് കണ്ണന്താനത്തിന്റെ വാദം. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെയൊരു പ്രസ്താവന പാടില്ലായിരുന്നുവെന്നും കണ്ണന്താനം പറയുന്നു. മമ്മൂട്ടി വോട്ടിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് CPMന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികളെ 2 സൈഡിൽ നിർത്തിയിട്ട് ഇവർ നല്ല സ്ഥാനാർത്ഥികളാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? 3ാമത് സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രിയായ ഞാൻ അൽഫോൺസ് കണ്ണന്താനം 40 വർഷം പൊതുജീവിതത്തിലുണ്ടായത് ഞാൻ കൊള്ളൂലെന്നുള്ളൊരു മെസ്സേജല്ലേ കൊടുക്കുന്നത്? അതേ ഇങ്ങനെയൊക്കെ പറയുന്നത്
ഒരു ഇമ്മച്യൂരിറ്റി ആണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. കണ്ണന്താനത്തിന്റെ വിമർശനത്തിൽ മറുപടിയുമായി ഹൈബീഡൻ രംഗത്തെത്തി. LDF UDF സ്ഥാനാർത്ഥികൾ മാത്രമാണ് മികച്ചതെന്ന് മമ്മൂട്ടി പറഞ്ഞിട്ടില്ല എന്നായിരുന്നു ഹൈബിയുടെ വിശദീകരണം. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളതായിട്ടും എൻ്റെ അറിവില്ല. അദ്ദേഹം പറഞ്ഞത് എല്ലാവരും വോട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ അവകാശമല്ല, അധികാരമാണ്. അത് വിനിയോഗിക്കണം, വോട്ട് ചെയ്യണം. വോട്ടിങ്ങിൻ്റെ പാറ്റേണിനെ കുറിച്ചും ആ രീതിയെക്കുറിച്ചും മാത്രമാണ് അദ്ദേഹം മനസ്സിലാക്കിയെന്നാണ്. മമ്മൂട്ടി NDAയെ മോശമായി ചിത്രീകരിക്കുകയാണെന്നും കണ്ണന്താനത്തിന് പരിഭവമുണ്ട്. പ്രസ്താവനയെക്കുറിച്ച് കണ്ണന്താനത്തിന്റെ മകൻ മമ്മൂട്ടിയെ നേരിൽ കണ്ട് സംസാരിച്ചിരുന്നു. എന്നിട്ടും നിലപാട് മാറ്റാൻ മമ്മൂട്ടി തയ്യാറായിരുന്നില്ലെന്നും കണ്ണന്താനം പറയുന്നു. എൻ്റെ മകൻ പോയി സംസാരിച്ചു പുള്ളിയോട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ന്യൂസ് 18 കൊച്ചി. യാത്രക്കാരെ മാനസികവും ശാരീരികമായി പീഡിപ്പിക്കുകയാണെന്ന പരാതിയിൽ കല്ലട ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയുടെ ഉടമ സുരേഷ് കല്ലട നേരിട്ട് ഹാജരാകണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. മെയ് 29 രാവിലെ 10:30 കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ ഹാജരാകാനാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം P. മോഹനദാസ് ഉത്തരവിട്ടത്. കല്ലടയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ നിയോഗിച്ച് പ്രത്യേക അന്വേഷണം നടത്തണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു. DYSPയെ നിയോഗിക്കാനുള്ള ചുമതല എറണാകുളം ജില്ലാ പോലീസ് മേധാവിക്കാണ് നൽകിയിരിക്കുന്നത്.